കഴിഞ്ഞ ദിവസം ഒ.പിയിൽ വന്നൊരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ്. പേഷ്യൻ്റ് റൂമറ്റോയ്ഡ് ആർത്തൈറ്റിസ് ഉള്ള നല്ല രീതിയിൽ കൺട്രോളായിട്ട് പോകുന്ന HCQ ഒക്കെ മെത്തോട്രെക്സൈഡ് കഴിച്ച് 5-6 വർഷമായിട്ട് നല്ല രീതിയിൽ കൺട്രോളായിട്ട് പോയിക്കൊണ്ടിരുന്ന റൂമറ്റോയ്ഡ് ആർത്തൈറ്റിസ് പേഷ്യൻ്റാണ്. അമ്മവാദമുള്ള രോഗിയാണ്. ഒ.പിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ SGOT SCPT നോക്കിയപ്പോൾ 80-90, സാധാരണ 25-30 വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു അമ്മയാണ്. അസുഖമൊക്കെ അവരുടെ നല്ല കൺട്രോൾഡാണ്. SGPT ഒക്കെ നല്ല കൺട്രോളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നപ്പോൾ എന്തുകൊണ്ട് കൂടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹസ്ബൻഡ് പനിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഓഗ്മെൻറ്റിന് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയ തുമ്മൽ പോലെ തുടങ്ങിയപ്പോൾ ഞാനും അതങ്ങ് എടുത്ത് കഴിച്ചു. വഷളാകണ്ടല്ലോ ഡോക്ടറെ. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് ചെയ്യുന്നൊരു പ്രശ്നമാണ്, ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ലോകത്തിൽ കഴിഞ്ഞൊരു 50 വർഷം 60-70 വർഷം മുമ്പ് കണ്ടുപിടിച്ച പെൻസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് വളരെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സർവൈവലിലാണെങ്കിലും രോഗികളുടെ അസുഖത്തിൻ്റെ ചികിത്സയിലും ന്യൂമോണിയയിലും കാലിൻ്റെ ഇൻഫെക്ഷൻസിലെല്ലാം വളരെ നല്ലൊരു മാറ്റം വരുത്തി. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നതും ആൻറ്റിബയോട്ടിക് ദുരുപയോഗമാണ്. ആൻറ്റിബയോട്ടിക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻറ്റിബയോട്ടിക് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ പല കാര്യങ്ങളുണ്ടാകും. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അങ്ങനെ പല ഇൻഫെക്ഷൻ, പല അണുക്കൾ കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഇതിൽ ബാക്ടീരിയക്കെതിരെ മാത്രം വർക്ക് ചെയ്യുന്നതാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. ബാക്ടീരിയൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ഓരോ ബാക്ടീരിയയ്ക്ക് ഓരോ ടൈപ്പ് ആൻറ്റിബയോട്ടിക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നടക്കുന്ന പനികളിൽ 99% പനികളും വൈറൽ പനികളാണ്. ഇൻഫ്ലുവൻസയോ റൈനോവൈറസ് അങ്ങനെയുള്ള വൈറസുകളാണ്. അല്ലെ കോവിഡ് ആണെങ്കിൽ കോവിഡ് കുറച്ച് കാണും, പക്ഷേ ഇതെല്ലാം തന്നെ വൈറസുകളാണ്. ഈ വൈറൽ ഇൻഫെക്ഷനിൽ ഈ ആൻറ്റിബയോട്ടിക്കിന് ഒരു റോളും ഇല്ല. വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ആവി പിടിക്കുക, ചെറിയ പാരസ്റ്റമോളൊക്കെ പനി ഉണ്ടെങ്കിൽ കഴിക്കുക, തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ സെട്രിസിൻ പോലെയുള്ള തുമ്മൽ മാറ്റാനുള്ള ഗുളികൾ കഴിക്കുക. വൈറൽ പനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി നമുക്കറിയാം. തുടങ്ങിക്കഴിഞ്ഞാൽ 4-5 ദിവസം കഴിയുമ്പം പനി മാറുകയും ആൾ നോർമലാകുകയും ചെയ്യും. അപ്പോൾ പനി വന്നാൽ അപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള ട്രെൻഡാണ്. അത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ് തെറ്റാന്ന് നമ്മൾ പറയുന്നത്. ഒന്ന്, നമ്മുടെ മനുഷ്യരാശി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പലപ്പോഴും വാർഡിലൊക്കെ പേഷ്യൻസ് വരുമ്പോൾ ഹൈ എൻഡ് ആൻറ്റിബയോട്ടിക്, മിറോപ്പനം എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കാണ് ഏറ്റവും ഹൈ എൻഡ്, അതുപോലും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം നമുക്ക് ഉള്ള പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. അത് വരാനുള്ള കാര്യം പലപ്പോഴും ആൻറ്റിബയോട്ടിക്കിൻ്റെ ദുരുപയോഗവും കറക്റ്റായിട്ട് ഡോസിൽ ആവശ്യമില്ലാതെ കഴിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡിക്കേഷൻ ഇല്ലാതെ വൈറൽ ഫീവറിന് എടുത്ത് ആൻറ്റിബയോട്ടിക് കഴിക്കുക ഏറ്റവും വലിയ തെറ്റ്. അത് ഒരാവശ്യമില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒന്ന്. 2, നമ്മുടെ ബാക്ടീരിയൽ ഫ്ലോറ, അതായത് നമ്മുടെ വായിലൊക്കെ നമുക്കറിയാം കുറേ നല്ല ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ത്രോട്ടിലാണെങ്കിലും ഗട്ടിലാണെങ്കിലും ഈ ഗട്ടിലുള്ള ബാക്ടീരിയയൊക്കെ നശിച്ചു പോകും. നല്ല ബാക്ടീരിയയും ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ പിന്നെന്ത് പറ്റും? വീണ്ടും പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരും, വയറിളക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ എക്കോസിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുന്ന, മൈക്രോബയോട്ട ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ ഇത് പോകും. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ കഴിച്ചാൽ നമുക്കൊന്നും സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുപോലൊരു സൈഡ് എഫക്റ്റാണ് ഈ ലേഡിക്ക് കണ്ടത്. ഓഗ്മെൻറ്റിൻ കഴിച്ചപ്പോൾ അവർക്ക് SGPT കൂടി. അതൊരു ആവശ്യമില്ലാത്തൊരു ആൻറ്റിബയോട്ടിക് ഇൻടേക്ക് ആയിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, ഈ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് വരും. അതായത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഒരു പ്രാവശ്യം കഴിച്ചാൽ കറക്റ്റ് ഡോസിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെ കഴിക്കുന്നവരെ 2-3 ദിവസത്തേക്ക് കഴിച്ച് നിർത്തും. ഒരിക്കലും അങ്ങനെ, ഫോർ എക്സാമ്പിൾ, ഒരു കറക്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിച്ചു 2-3 ദിവസം കഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് കറക്റ്റായിട്ട് ഡോസിലല്ല കഴിച്ചാൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡ്യൂറേഷനിൽ കഴിച്ചില്ലെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകും. അതായത് വീണ്ടും ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളൊരു മരുന്ന് കഴിച്ചു, 5 ദിവസം കഴിക്കുന്നുണ്ട്, 3 ദിവസം കഴിച്ചു. അപ്പോൾ ആ ബാക്ടീരിയ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയി. അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വേറൊരാൾക്കോ ആൻറ്റിബയോട്ടിക് ആ ബാക്ടീരിയ കിട്ടിക്കഴിഞ്ഞാൽ സെയിം ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യില്ല. അതപ്പോൾ കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ചെയ്യും. അതാണ് പെനിസിലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ആൻറ്റിബയോട്ടിക്കിനും, പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുണ്ട്. ഈ എല്ലാ ആൻറ്റിബയോട്ടിക്കിനും ഇപ്പോൾ റെസിസ്റ്റൻസ് വൈഡ് സ്പ്രെഡാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ എല്ലാം ആൻറ്റിബയോട്ടിക് ദുരുപയോഗമാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകാം. അതുകൂടാതെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് മൊത്തവും മനുഷ്യരാശിക്ക് മൊത്തവും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ഇത് മാറും. കാരണം ആൻറ്റിബയോട്ടിക്കിൻ്റെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ്. കുറേ ആൻറ്റിബയോട്ടിക്കുകൾ ഇല്ല നമുക്ക്. പുതിയ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കപ്പെടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. സാധാരണ പനിയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഒരിക്കലും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കണം, ആവശ്യമുള്ളപ്പോൾ ഡോക്ടർ നിർദ്ദേശാനുസരണം മാത്രം.